ഈശോയിൽ സ്നേഹമുള്ളവരെ, ആത്മീയമായിട്ടുള്ള ഉണർവിൻ്റെ ഒരു മാസമാണ് ഒക്ടോബർ മാസം. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ്. പരിശുദ്ധ അമ്മയോടുള്ള വണക്കം ജപമാല മാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ ദിവസങ്ങളുടെ സന്തോഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട് ഈശോയുടെ രൂപാന്തരീകരണം. താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ട ഈശോയുടെ ചിത്രം ശിഷ്യന്മാരുടെ ജീവിതത്തിലെ വളരെയധികം സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് അവർ തന്നെ അത് വിവരിക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് അത് ആരോടും പങ്കുവയ്ക്കുന്നില്ല. അത്രമാത്രം ആത്മീയമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അവർക്ക്, ദൈവാനുഭവമായിരുന്നു അവർക്ക് ലഭിച്ചത്. അവരോടൊപ്പം ഈശോയോടൊപ്പം മോശയും അതുപോലെ തന്നെ ഏലിയ പ്രവാചകനും ഉണ്ടായിരുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, മോശയ്ക്ക് സീനായ് മലയിൽ വെച്ചാണ് 10 കൽപ്പനകൾ നൽകപ്പെടുന്നത്. അതുപോലെ തന്നെ ഹൊറേബ് മലയിൽ വെച്ച് ഏലിയ പ്രവാചകന് വലിയ ദൈവാനുഭവം ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലെ ദൈവാനുഭവം ഉണ്ടാകേണ്ടത് ആവശ്യകതയാണെന്ന് സൂചനയാണ് നമുക്ക് ഇത് നൽകുന്നത്. ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഭവം നമുക്കും വ്യക്തിപരമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആത്മീയ അനുഭവത്തിൽ കൂടുതൽ വളരാനും വിശുദ്ധിയിൽ വ്യാപരിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ മുന്നോട്ട് ജീവൻ നയിക്കാനാണ് ഈ അനുഭവം, ഈ രഹസ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈശോയുടെ നല്ല അനുഭവം, ദൈവാനുഭവം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.